ഗൈസ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതല്ല ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മേ ബി യൂഷ്വലി കാണുന്ന ഒരു മേക്കപ്പ് ആയിരിക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ ഞാൻ സ്വയം ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യുന്നത്. ഐ വാസ് സോ ഹാപ്പി. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് പറ്റിയ ഒരു ഫൗണ്ടേഷനാണ് ഈ ലൂമി മാറ്റ് ഫൗണ്ടേഷൻ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് ഒട്ടും തന്നെ ബ്ലെൻഡ് ചെയ്യാനൊന്നും അധികം അറിയാത്തവർക്ക് പോലും എത്ര ഫ്ലോലെസ് ആയിട്ടാണ്, എത്ര അടിപൊളിയായിട്ടാണ് ഇത് ബ്ലെൻഡ് ആയിട്ടുള്ളത്. ആൻഡ് ദിസ് ഗ്ലോ, ഐ ഫീൽ സോ ഹാപ്പി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഇൻട്രോ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഓഫ് യുവർ സപ്പോർട്ട്. ഇനിയും എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സോ കഴിയുന്നതും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാവും. ആൻഡ് യാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. സീരിയസ്ലി ഈ ഒരു ഗ്ലോ കിട്ടും എന്നുള്ളത് എനിക്ക് ഞാൻ തന്നെ എൻജോയ് ചെയ്യാണ് ഈ ഒരു ഗ്ലോ. താങ്ക് യു സോ മച്ച് അപ്സര, ഈ ഒരു ഫൗണ്ടേഷൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. അടിപൊളിയായിട്ടുണ്ട്. ഫീൽ സോ ഹാപ്പി. ശരിക്കും കോണ്ടോറും കൂടി ചെയ്യുമ്പോൾ ഫേസ് കുറച്ചുകൂടി ഒന്ന് ഷാർപ്പൺ ലുക്കിൽ നിങ്ങളുടെ ഒരു ഫേസിൻ്റെ ഷേപ്പ് കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ നിങ്ങളും അങ്ങനെ ചെയ്തു നോക്കാൻ ശ്രമിക്കാം. ഒരു ബ്രൈഡൽ മേക്ക് ഓവർ അല്ല, സോറി, ഒരു ഫങ്ഷന് പോകുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു സിമ്പിൾ മേക്ക് ഓവറാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു ന്യൂഡ് കൈൻഡിലായിരിക്കും ഇത് പോകുന്നത്. ഐ ഷാഡോ ആണെങ്കിലും ടോട്ടലി ഉള്ള ഒരു ലിപ് ഷെയ്ഡ് എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ന്യൂഡ് കൈൻഡിൽ പോകാനാണ് എനിക്ക് പൊതുവേ ഇഷ്ടം. ഭയങ്കരമായിട്ട് കളർഫുള്ളായിട്ട് പോകാനൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എന്നാൽ അതേസമയം ഒരു പ്രിറ്റി ലുക്ക് തോന്നുകയും വേണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ട്രഡീഷണൽ വെയർ എടുക്കാനില്ല. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ 1 പീസ് ഡ്രസ്സ് ഇട്ടേക്കുവാണ്. ഇതിലായിരിക്കും ഞാൻ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞൊരു ആ ടൈപ്പിലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണിക്കുമ്പോഴത്തേക്കും ആ ലുക്ക് തന്നെ എൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്യാച്ചി ആവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഫൗണ്ടേഷനാണ് മെബ്ലിൻ്റെ. ഇത് ലൂമി ഫാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഗ്ലോ തരും. എനിക്കൊരു മേക്കപ്പ് ചെയ്ത് പോകാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഈ കളർഫുൾ മേക്കപ്പ് ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഇത് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്സരയില്ലേ, നമ്മുടെ മോഡൽ അപ്സരയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ഒരു ദിവസം നമ്മുടെ ഒരു ഷോയിൽ വെച്ചിട്ട് അപ്സര വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു. അത് ഭയങ്കര ഗ്ലോ ആയിരുന്നു. അപ്പോൾ ഐ തോട്ട് ഓക്കെ, എനിക്കൊന്ന് വാങ്ങി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങി നോക്കിയതാണ്. മെബിലിൻ്റെ തന്നെ വേറൊരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊന്നും അതുപോലെ തന്നെ ഭദ്രമായി ഇരിപ്പുണ്ട്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരാളെ അല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ സ്കിന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാ, വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഐബ്രോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഐബ്രോ എന്ന് പറയുന്നത് ലൈക്ക് കണ്ടോ, തീരെ തിക്നെസ് ഇല്ല. ആൻഡ് ഈ ഒരു സൈഡും എനിക്ക് ഐബ്രോസ് ഇല്ല. അപ്പോൾ ഈ ഐബ്രോ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നു എൻ്റെ ഫേസിന് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഫൗണ്ടേഷൻ. ഞാൻ എഗെയിൻ പറയുകയാണ്, ഞാൻ ഫേസ് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. എത്ര കൂടിയ ഫൗണ്ടേഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ഫേസ് ആവശ്യത്തിന് നന്നായിട്ട് പ്രെപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ബിക്കോസ് ഫേസ് എത്രത്തോളം നിങ്ങൾ നന്നായിട്ട് പ്രെപ്പ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങളുടെ മേക്കപ്പ് നന്നായിട്ടുണ്ടാവുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ചുകൂടി സൂം ആക്കി കാണിച്ചു തരാം. എനിക്കിവിടെ ഇവിടെ ഒരു പിമ്പിൾ മാർക്ക് ഉണ്ട്.
ആൻഡ് ഇവിടെ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഈ ബ്ലാക്ക് സ്പോട്ട്സ് ഇല്ലേ, അതെനിക്ക് ഇവിടെയും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ അത്യാവശ്യം എങ്ങനെ പോവും എന്നുള്ളത് നോക്കാം. എൻ്റെ സ്കിൻ ഇപ്പോൾ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു പിമ്പിൾ മാർക്ക് മാത്രമേ ഉള്ളൂ, അത് പോവായിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പം ഇത് തന്നെ കൂടുതലാണ്, ബിക്കോസ് ഇത്രയും കൂടി വേണമല്ലോ. പക്ഷെ ഇത്രേൻ്റെ ആവശ്യം എനിക്കില്ല. ഞാനിത് ഓൾറെഡി അപ്ലൈ ചെയ്ത് നോക്കി, എനിക്ക് ഇത്രേൻ്റെ ആവശ്യമില്ല. ഞാൻ മിക്കവാറും ഇങ്ങോട്ട് നോക്കി ചെയ്യുന്നുണ്ടാവും, ഇവിടെയാണ് മിറർ ഉള്ളത്. ഓക്കെ, ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് കൺസീൽ ചെയ്യുന്നത് കേട്ടോ, വേറെ എടുക്കുന്നില്ല. എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കയ്യിൽ കൺസീലർ ഉണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഇത് വെച്ചിട്ട് തന്നെ കവറപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാണ്ട്. നമ്മുടെ ഈ മാർക്കിൻ്റെ ഇവിടെ കൂടി പറഞ്ഞിട്ട് കൊടുക്കാം. ആൻഡ് എനിക്ക് വരുന്ന പിഗ്മെൻറ്റേഷൻ വരുന്ന ഏരിയാസിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അത് ഇവിടെ, പിന്നെ എൻ്റെ ഈ നെറ്റിൻ്റെ ഇവിടെ. ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ച് കുറച്ച് കഷ്ടപ്പാടാണ്. ബ്ലെൻഡ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഒരു സൈഡ് മാത്രം ചെയ്ത ആൾക്കാരല്ലേ, അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായത് എന്നാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്യാമറ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടോ മനസ്സിലാവില്ല, വേറെ നോക്കിയാലാണ് കറക്റ്റായിട്ട് മനസ്സിലാവുക. അയ്യോ, സീ ദ ഗ്ലോ, മൈ ഗോഡ്, നല്ല ഗ്ലോ ഇല്ലേ. ഐ തിങ്ക് ഞാൻ ഈ ഫൗണ്ടേഷനിലൊക്കെ അഡിക്റ്റ് ആയി പോകുന്നതാണ് തോന്നുന്നത്. ഇതുവരെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്ത ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് തുടങ്ങും. പിന്നെ ഈ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഫൗണ്ടേഷൻ എടുക്കുക, അതല്ലെങ്കിൽ എൻ്റെ വർക്ക് ടൈമിലാണ് ഞാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സാധനം എടുക്കുക. പക്ഷേ എനിക്ക് പിന്നെ വർക്കിൽ മിക്കവാറും അവരുടെ കയ്യിൽ ഈ സെയിം പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്ട്സ് അവരുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെത് എടുക്കാറില്ല. ഈ ട്രിക്ക് നിങ്ങളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. അതായത് നിങ്ങളുടെ സ്കിന്നിൽ പിമ്പിൾ മാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിഗ്മെൻറ്റേഷൻ്റെ മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതൊന്ന് ഈ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ആവും അവിടെ. ആൻഡ് ദെൻ അവിടെ ഒന്ന് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക. എനിക്ക് വലിച്ചിങ്ങനെ പിടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ടൈം എടുത്ത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെനിക്ക് കുറച്ചുകൂടി കൂടുതൽ റിസൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ മാർക്ക്, എൻ്റെ ഈ പിമ്പിൾ മാർക്ക് എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ പൊങ്ങിയിട്ടിരിക്കുന്നതുകൊണ്ട് അത് അത്രയും എന്താ പറയുക കവറപ്പ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ആ ഒരു മാർക്കിൻ്റെ ഒരു ഷെയ്ഡ് മാറിയതുപോലെ ഉണ്ട്. പക്ഷെ കമ്പയറിങ് ടു ചിലർക്ക് പിമ്പിൾ മാർക്ക് വന്നിട്ട് അതിങ്ങനെ ഒരു ഷെയ്ഡ് പോലെ ഇങ്ങനെ കിടക്കാറില്ലേ, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ സൂപ്പർബായിട്ട് ഓക്കെ ആവും. പിന്നെ എനിക്ക് അങ്ങനെ പറയാനായിട്ട് വേറെ പിമ്പിൾ മാർക്ക് ഇല്ലാഹേ. പിന്നെ ഈ സൈഡിലൊക്കെ എനിക്ക് ബ്ലാക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു, അതെല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഐബ്രോ എഴുതാം. ഐബ്രോ എഴുതിയതിന് ശേഷം ഐഷാഡോ ഇടാം. ഓക്കെ, ഞാൻ ഇപ്പോഴും ഐബ്രോയുടെ ബ്രഷ് വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് നാൾ മുന്നേ വരെ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുത്തുകൊണ്ടിരുന്നത്, ബ്രൗൺ ഷെയ്ഡ്. നിങ്ങളുടെ ഐബ്രോസ് അനുസരിച്ചിട്ട് എടുക്കാം. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നാച്ചുറൽ ഫിനിഷിങ് കിട്ടും. ഇത് ചെയ്ത് പഠിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇഫ് യു ആർ എ ബിഗിനർ, ഇത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്ലാക്ക് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വരച്ചത് ഫീലും ഉണ്ടാവും. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഇത് യൂസ് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ഇതെടുത്ത് തുടങ്ങിയത്. കണ്ടാൽ മനസ്സിലാവും ഇത് ഇങ്ങനെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബ്ലാക്ക് ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഒന്നേൽ ഇതിൽ നോക്കി ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നോക്കി ചെയ്യാം. തൽക്കാലം ഇതിൽ നോക്കി ചെയ്യാം. ഞാൻ ഇപ്പോൾ ഐബ്രോ എടുത്തിട്ട് 1 month ആയി. അപ്പോൾ അയ്യോ ഗൈസ്, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതല്ല ചെയ്യേണ്ടത്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, പൗഡറാണ്. പൗഡർ ചെയ്യാണ്ടാണ് ഞാൻ സോറി. ഓക്കെ, ഇതും മെബിലൻ്റെ ആണ്. ഈ പൗഡർ ഉണ്ടല്ലോ, കോമ്പാക്ട് പൗഡർ, ഇത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിക്കപ്പോഴും ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ഡള്ളായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പുറത്തെന്തെങ്കിലും പോകണമല്ലോ, അപ്പോൾ ഈ ഫൗണ്ടേഷനും യൂസ് ചെയ്ത് ഇതും യൂസ് ചെയ്ത് എനിക്കെന്തോ സ്കിന്നിനെ ഞാൻ ഇല്ലാണ്ടാക്കുന്ന ഒരു ഫീലൊക്കെ എനിക്ക് തോന്നും. എനിക്കെപ്പോഴും ബ്രീത്ത് ചെയ്ത് എൻ്റെ സ്കിൻ എപ്പോഴും നല്ല ബ്രീത്ത് ചെയ്ത് അതേസമയം ഫ്രഷ് ലുക്കിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ള മിക്കവാറും ഈ ഒരു പൗഡർ മാത്രം ഞാൻ യൂസ് ചെയ്തിട്ട് പോകാറുണ്ട്. ഈ പൗഡർ യൂസ് ചെയ്യുമ്പം ഫസ്റ്റ് നിങ്ങൾക്ക് തോന്നും ലൈക്ക് ഒരു എന്താ പറയുക, അയ്യോ മാറ്റ് ഫിനിഷ് പോലെ തോന്നും. മാറ്റ് ഫിനിഷിങ് എനിക്ക് എപ്പോഴും അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല. എനിക്ക് ഗ്ലോ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. സോ അപ്പോൾ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഒരു മാറ്റ് ഫിനിഷിലോട്ട് പോകുന്നതായിട്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റായി കഴിയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അതായത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൗഡർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കോണ്ടോറിങ് എടുക്കാനില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ കോണ്ടോറിങ് ചെയ്യാണ്ട്. നിങ്ങളുടെ കയ്യിൽ കോണ്ടോറിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ എൻ്റെ ഫേസിന് ഇങ്ങനെ ഒരു കട്ട് ഉണ്ട്, അപ്പോൾ എനിക്ക് കോണ്ടോറിങ് ഇല്ലെങ്കിലും പിടിച്ച് നിൽക്കാം. പക്ഷെ കോണ്ടോറിങ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഫിനിഷിങ് കിട്ടുക. ഇല്ലെങ്കിൽ നമ്മൾ പുട്ടി വരെ അടിച്ചതുപോലെ ഇരിക്കും. സീരിയസ്ലി നമ്മുടെ ഫേസ് ഒന്ന് നോർമലി ഇപ്പോൾ എത്ര ഫേസ് ഷേപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫേസ് ഒന്നിങ്ങനെ കയറി വീർത്തിരിക്കും. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ മിക്കപ്പോഴും അപ്ലൈ ചെയ്യുന്നത് ലൈക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡായിട്ടുണ്ടാക്കത്തില്ല. ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ ഫേസിൻ്റെ ഷേപ്പ് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. ഓക്കെ, കഴിയുന്നതും നിങ്ങളുടെ ഫേസ് ഒരു റൗണ്ട് ഷേപ്പാണ്, ഭയങ്കര വീർത്തിട്ടുള്ളൊരു ഫേസാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. താഴ്ന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിൽ ചെയ്യാം. അത് കുറച്ചുകൂടി ഫേസ് ഒന്ന് മെലിയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്കും ഒരിക്കലും മറന്നു പോകരുത് നെക്കിലിടാനായിട്ട്. ഓക്കെ, ഡൺ. ഇനി ഐബ്രോ ചെയ്യാം. നേരത്തെ പോലെ മണ്ടത്തനങ്ങൾ ആരും ചെയ്യരുത്. ഓക്കെ, അഗെയിൻ ഞാൻ ബ്ലാക്കാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഫില്ലപ്പ് ചെയ്യാൻ എടുത്താലായി. ബിക്കോസ് ഈ പൗഡർ കണ്ടോ, സീ ദ ഡിഫറൻസ്. പൗഡറിന് പെട്ടെന്ന് ബ്ലാക്ക് ഷെയ്ഡ് വരും. ദെൻ ബ്രഷ് വെച്ചിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന എൻ്റെ ഐബ്രോ പെൻസിൽ എന്ന് പറയുന്നത് ബ്ലൂ ഹെവനോ. സോ യാ, ഐബ്രോസും നമ്മളിവിടെ ഡൺ ആക്കിയിട്ടുണ്ട്. സോ ഐബ്രോസ് എഴുതുമ്പോൾ ഉള്ള വ്യത്യാസം ഇതാണ്. ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഐഷാഡോ പാലറ്റ്. ഞാൻ ഈ ഒരു പാലറ്റാണ് എടുക്കുന്നത്. ഇതിൽ മിക്കതും ഇതിൻ്റെ കോലം കണ്ടറിയാൻ എന്തോരം യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഇതിൽ മിക്കതും വന്നിട്ട് ന്യൂഡ് കളേഴ്സാണ്. സോ യാ, ഇതിന്ന് ഞാൻ ഒരു
കുറച്ചൊരു ഗ്ലിറ്റർ വരുന്ന ഒരു കളറ് കൊടുക്കാം. പക്ഷെ അതിന് മുന്നേ ഒരു ന്യൂഡ് കളറ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് ദിസ് വൺ ആണ്. ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഗ്ലിറ്റർ വൺ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഈ സൈഡിൽ മാത്രം കുറച്ച് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് വേണം സ്പ്രെഡ് ചെയ്ത് പോവാൻ. പിന്നെ ഇവിടെ വാരി അങ്ങ് തേക്കരുത്. ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്നുള്ള ആ ഒരു സംഭവം മാത്രം സ്പ്രെഡ് ചെയ്ത് മുകളിലേക്ക് കൊടുക്കുക. കണ്ടോ? എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഞാൻ അതേ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് താഴെ ഇവിടെ കുറച്ച് എഴുതി കൊടുക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ? ഇങ്ങനെ ചെയ്യാം. അത് കുറച്ചും കൂടി നന്നായിട്ട് ഒരു നാച്ചുറൽ ആയിട്ട് കിട്ടും. കുറച്ചെടുത്ത് യൂസ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഡാർക്കായിട്ടെടുത്ത് യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല, ഭയങ്കരമായിട്ട് കൂടിപ്പോകും. താഴെ അത്രയും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടെ ആ പോയിന്റ് മനസ്സിലാവില്ല, ഈ ഐബോളിൻ്റെ ഇവിടെ മുകളിൽ. ഓക്കെ, ദെൻ അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തേക്കും കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് എടുക്കാം. ഇനി അതേ കളർ തന്നെ എടുത്ത് എഗെയിൻ താഴെ കുറച്ച് ഇങ്ങനെ കുറേ പേര് തേച്ചേക്കല്ലേ. കുറേ പേര് യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു സിനിമയിലെ മറ്റേ ക്യാരക്ടർ വരുന്ന പോലെ ഇരിക്കും. സോ അത്രയും യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഈ ഗ്ലിറ്റർ വേണം യൂസ് ചെയ്യണമല്ലോ. ഗ്ലിറ്ററിന് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് എടുക്കുന്നത്. അത് ഞാൻ ഐബോളിൻ്റെ അവിടെ നിന്ന് കണ്ടോ, വളരെ ഇട്ടിവിട്ടി മഴയാണ്. എല്ലായിടത്തും മഴയാണില്ലേ. മഴ കാരണം ബുദ്ധിമുട്ടുന്നവരാണ് ഒത്തിരി, ഞാൻ ഉൾപ്പെടെ. ആ ഒരു പീച്ച് കളർ, കൈൻഡ് ഓഫ് ഒരു പീച്ച് കളർ കൊടുത്തതിന് ശേഷം ഈ ഗോൾഡൻ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പക്ക നോർമലി ആ ഗോൾഡൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഗോൾഡൻ ഇങ്ങനെ എടുത്ത് കാണിക്കും. സോ അത് അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ന്യൂട്രൽ കളർ ഫസ്റ്റ് കൊടുത്തതിന് ശേഷം ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുന്നത്. ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഈ ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും ആൻഡ് ഇങ്ങനെ. പക്ഷേ ഞാൻ ഒരിക്കലും ഇവിടെ പോയില്ല, കാരണം അവിടെ ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വിയേർഡ് ലുക്ക് വരും. ആൻഡ് ഇത് വൺ ടൈപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ഒരു നോർമൽ ടൈപ്പിലുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഇതിന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെ ഒരെണ്ണവും അതേ കളർ തന്നെ ഇവിടെയും യൂസ് ചെയ്തതിന് ശേഷം ഈ സെൻറ്റർ പാർട്ടിൽ മാത്രം വേറൊരു കളർ കൊടുക്കാം. അത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കുറച്ചുകൂടി നമ്മൾ ഐസ് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും. സോ ഞാനത് അങ്ങനെ ചെയ്യുന്നില്ല, കാരണം നോർമലി ഫങ്ഷൻ പോകുമ്പോൾ ഞാൻ ഇതാണ് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എൻ്റെ ഐസ് പെട്ടെന്ന് അട്രാക്റ്റീവായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കും. എനിക്കങ്ങനെ കൂടുതൽ എടുത്ത് നിൽക്കാനായിട്ട് വലിയ താല്പര്യമില്ല. സോ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കാജലാണ്. കാജലാണ്. ഈ കാജൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പറഞ്ഞതാണ് കേട്ടോ, ലാക്മേയുടെ. ഓക്കെ, ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം.
മുകളിലും കൂടി എഴുതുക. പക്ഷെ എനിക്ക് മുകളിൽ എഴുതുന്നത് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ കോർണറിൽ ഞാൻ കുറച്ചധികം ഇങ്ങനെ യൂസ് ചെയ്യും. അത് കുറച്ചുകൂടി ഐസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. വാട്ടർ ലൈൻ അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പെൻസിൽ വെച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇവിടെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ വളരെ ലൈറ്റായിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. നമുക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലല്ലോ. എനിക്കങ്ങനെയാണ്. സോ ഞാനത് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. മുന്നേ ഞാനത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐലൈനറാണ്. ഐലൈനർ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയിൽ ഭയങ്കര ബ്ലാക്ക് ആണ് കേട്ടോ. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇവിടെ നോക്കി ചെയ്താണ്. ക്യാമറ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് കണ്ണെഴുതുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു വലിയ പാർട്ടാണ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. പക്ഷെ ഞാൻ എപ്പോഴും എഴുതാറില്ല. വളരെ ചെറിയ രീതിയിൽ മാത്രം ഞാൻ ഈ കോർണറിന് ഇങ്ങോട്ട് കൊടുക്കുന്നത്, വളരെ ലൈറ്റായിട്ടൊക്കെ. ഇനി ഇപ്പുറത്തെ കണ്ണ് അതുപോലെ ചെയ്യാം. ഓക്കെ, ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് മസ്കാര. ഇതെൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ് മസ്കാരയാണ് എസൻസിൻ്റെ. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നത്, ഒരു ഷോർട്ട്സ് ആയിട്ടൊന്നും ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഇതൊന്ന് ശരിക്കും ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചത് ഒരു ഐ തിങ്ക് ഒരു 1 ക്വാർട്ടർ തന്നെ ഇത് അടിപൊളിയായിട്ട് വർക്കാവും. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? താഴെ പോലെ തന്നെ എഴുതി കൊടുക്കാം. സൂപ്പർ. ഞാനെന്തായാലും ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം കറണ്ട് വന്നിട്ട് ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, കറണ്ട് പോയിട്ട് വന്നു. അപ്പോഴേക്കും ഞാനിത് അങ്ങ് അപ്ലൈ ചെയ്തു. സീ ദ ഡിഫറൻസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ്. ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പിക്സിയുടെ ബ്ലഷാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ആൻഡ് ഇങ്ങനെയാണ് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കയ്യിലെടുത്തിട്ട് അപ്ലൈ ചെയ്താൽ എനിക്ക് കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ ഇങ്ങനെ പോകുന്നുണ്ടേ. ഇങ്ങനെ പണ്ടൊക്കെ ഓർമ്മ ഇതിൻ്റെ ഹെയർ ലൈൻ പണ്ടൊക്കെ എല്ലാവരും ഇവിടെ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെയായി, പിന്നെ ഇപ്പം അതിങ്ങനെയായി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് കൂടുതൽ യൂസ് ചെയ്ത പോലെ തോന്നലല്ല. യെസ്, ഐ യൂസ്ഡ്. ഓക്കെ,
ഞാൻ ഈ ഒരു ബ്ലഷ് സാധാരണ കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ബ്ലെൻഡർ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ക്യാമറ നോക്കി ചെയ്യുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് അറിയാൻ പറ്റുന്നത്. പിക്സിയുടെ ബ്ലഷിൻ്റെ ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടൊരു ഗ്ലോ തരും ഫേസിന്. സോ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതിന് തൊട്ട് മുന്നേ മേക്കപ്പ് ഒരിക്കലും ചെയ്യരുത്. ഒരു ഹാഫ് ആൻ അവർ മുന്നെങ്കിലും മേക്കപ്പ് ചെയ്ത് നിൽക്കുക. അപ്പോഴാണ് മേക്കപ്പ് ഒന്ന് സെറ്റ് ആകുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് എത്രത്തോളം നന്നായിട്ട് ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഞാനൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തത് ഗ്ലോ ഫൗണ്ടേഷൻ ആണെങ്കിലും പിന്നെ അഗെയിൻ ഞാൻ എൻ്റെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തേക്കുന്നത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളതാണ്. അത് സെറ്റായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഗ്ലോ പുറത്തേക്ക് വരും. സോ അതുകൊണ്ട് മിനിമം ഹാഫ് ആൻ അവർ എടുത്തിട്ടെങ്കിലും ചെയ്യാം. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ ഫേസ് കുറച്ച് ലിഫ്റ്റും ചെയ്യിപ്പിക്കുന്ന പോലെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, വാ, ഐ ആം സോ ഹാപ്പി. ആ ഗ്ലോ എന്ന് പറയുന്നത് കുറച്ച് മുന്നേ നിങ്ങളൊന്ന് ഈ വീഡിയോ കാണുന്നവർ കുറച്ച് ഇങ്ങോട്ടൊന്ന് മാറ്റി നോക്കിയാൽ അറിയാൻ പറ്റും, ബാക്ക് അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതുവരെ ഒന്ന് മാറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. ഇപ്പം ആ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇവിടെ ഇൻ ഫ്രണ്ട് ഓഫ് മീ ഇവിടെ ഒരു ലൈറ്റ് ഇല്ല. ഞാൻ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണോ വേണ്ടെന്ന് കുറേ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കറക്റ്റ് മേക്കപ്പ് വീഡിയോയ്ക്ക് കറക്റ്റ് ഒരു ലൈറ്റ് വേണം, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് എന്തോരം ഓക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ 2 ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നേലും ഇത് ലിപ്സിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കയ്യിൽ എടുത്ത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ യൂസ് ചെയ്യാം. ഈ ഷെയ്ഡ് ഞാൻ കുറച്ചധികം എടുക്കുന്നുണ്ട്, മറ്റേ ഷെയ്ഡ് ഞാൻ കുറച്ചെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ ഈ ഒരു ഗ്ലോ ഫേസിൽ കിട്ടിയതിൽ. ഓക്കെ, ഇനി ഞാൻ ഈ 2 കളേഴ്സിനെയും കാണുന്നുണ്ടോ? ഓക്കെ, ഈ 2 കളേഴ്സിനെയും ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ലിപ്പിൽ ലിപ് ബാം ഉണ്ട് കേട്ടോ. ടിഷ്യൂ ഉണ്ടോ എന്നറിയില്ല, ടിഷ്യൂ വെച്ച് ഓക്കെ. ലിപ്സ്റ്റിക്ക് പലപ്പോഴും നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലിപ്പിനെ പിടിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇങ്ങനെ വലിഞ്ഞിട്ട് അത് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആ ലൈൻസ് കുറച്ചുകൂടി കൂടും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ആൻഡ് ഞാൻ ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുത്ത് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടി ഒരു ഫിനിഷിങ്, ഒരു നല്ല രീതിയിൽ അത് നിൽക്കുന്നുണ്ട്. ഈ ലൈൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല പ്ലെയിൻ ലിപ്പ് പോലെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കമ്പയറിങ് ടു മറ്റേത്. ഓക്കെ, ഇതിനെ അപ്ലൈ ചെയ്ത് നോക്കാം. ശരിക്കും ലിപ്പ് ലൈനർ യൂസ് ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ ലിപ്പ് ലൈനർ ഇല്ല. സോ ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കുകയാണ്. ഇത് കുറച്ച് കഷ്ടപ്പാടായിരിക്കും കാണുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ആൻഡ് ഐ ആം എക്സ്പേർട്ട് എങ്ങനെ ചെയ്യാം. കണ്ട ഒരു മാറ്റ് പോലത്തെ ഒരു ഫിനിഷിങ്ങും കിട്ടി. ആ ഗ്ലോ കുറച്ച് മാറി. എല്ലായിടത്തും ഗ്ലോ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാറ്റാണ് കുറച്ചുകൂടി നല്ലത്. മറ്റേ ഈ ഒരു മിനിറ്റ്, എൻ്റെ ക്യാമറ ചെരിഞ്ഞു. ഓക്കെ, മാറ്റ് ഫിനിഷിലുള്ള ലിപ്പാണ് നല്ലത്. നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും
ഉള്ളിൽ മറ്റേത് പോവും. ഗ്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലോ അപ്പം കാണാനുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതല്ല ഗ്ലോ. അതല്ലെങ്കിൽ നിങ്ങൾ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ഫൈൻ. ഇതിന് വൈപ്പ് ചെയ്ത് കളയാം. കറക്റ്റ് ഒന്ന് ഹെയറും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഡ്രസ്സിൽ നിങ്ങൾ എന്നെ കണ്ടാലും മാത്രമാണ് കുറച്ചുകൂടി ഇത് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ബിന്ദി വേണം. ബിന്ദി 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 ബിന്ദി. ഈ ലുക്ക് നോക്കിക്കോളൂ. ഇത് ആൻഡ് ഞാനൊരു ബിന്ദി തൊടുമ്പം എത്രത്തോളം ഫേസ് ചേഞ്ച് ആകുന്നു എന്നുള്ളത്. Oh my God. Hair style. Caught up in this